നമുക്കിഷ്ടപ്പെട്ട ഒരു സാധനം വാങ്ങാൻ വേണ്ടി കഠിനാധ്വാനം നടത്തുക, സ്വപ്ന സാക്ഷാത്കാരം എന്ന പോലെ അത് സ്വന്തമാക്കുക. അതൊരു വികാരം തന്നെ ആയിരിക്കുമല്ലേ? എന്നാൽ ആ നേട്ടത്തിന്റെ സ്വാദ് അറിയും മുൻപേ നഷ്ടമായാലോ? അത് തീർച്ചയായും അസഹനീയമായിരിക്കും. ഇങ്ങനെയൊരു നഷ്ടത്തിന്റെ വാർത്തയാണ് കഴിഞ്ഞ ദിവസം ജപ്പാനിൽ നിന്നും പുറത്തു വന്നത്. വാർത്ത എന്താണെന്നല്ലേ? സംഭവം ഇതാണ്: സൂപ്പർ കാറുകൾ എന്നത് വാഹനപ്രേമികളുടെ സ്വപ്നമാണ്. ഏറെ നാളത്തെ പരിശ്രമം കൊണ്ടായിരിക്കാം ആളുകൾ ആ സ്വപ്ന വാഹനം സ്വന്തമാക്കുന്നതും. പക്ഷേ ആ വാഹനം വാങ്ങിയ ഉടൻ തന്നെ കത്തി നശിച്ചാലോ? ചിന്തിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ ഒരു അനുഭവമാണ് ജപ്പാനിൽ നിന്നുള്ള സംഗീതജ്ഞനായ ഹോങ്കോണിന് സംഭവിച്ചത്. 33-കാരനായ ഹോങ്കോൺ 10 വർഷത്തെ കഠിന പ്രയത്നത്തിനൊടുവിലാണ് ഫെറാറി 458 സ്പൈഡർ സ്പോർട്സ് കാർ സ്വന്തമാക്കാനുള്ള പണം സ്വരുക്കൂട്ടിയത്. ഷോറൂമിൽ നിന്നും വാഹനം ഡെലിവറി സ്വീകരിച്ച് 1 മണിക്കൂറിനുള്ളിൽ വാഹനത്തിന്റെ എഞ്ചിനിൽ തീപിടിച്ച് പൂർണ്ണമായും കത്തി നശിച്ചു. ഇത്തരമൊരു ദുരനുഭവം നേരിടുന്ന ജപ്പാനിലെ ഒരേ ഒരു വ്യക്തി താനായിരിക്കുമെന്നാണ് വാഹനം കത്തുന്നതിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഹോങ്കോൺ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജപ്പാനിൽ ഏകദേശം 43 ദശലക്ഷം യെൻ, ഏകദേശം 2.6 കോടി രൂപ വില വരുന്ന വാഹനമാണ് ഫെറാറി 458. പുതിയ വാഹനവുമായി ടോക്കിയോയിലെ മിനാറ്റോ ഏരിയയിലെ ഷൂട്ടോ എക്സ്പ്രസ് വേ ഫ്ലൈ ഓവറിലൂടെ പോകുമ്പോഴാണ് വാഹനത്തിൽ നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനെ പുറത്തിറങ്ങിയത് കൊണ്ട് ഹോങ്കോണിന് അപകടം ഉണ്ടായില്ല. എന്നാൽ വാഹനത്തിലെ തീ അണയ്ക്കാൻ സാധിച്ചില്ല. വെറും 20 മിനിറ്റ് കൊണ്ട് ഹോങ്കോണിന്റെ സ്വപ്നം കത്തിച്ചാമ്പലാവുകയായിരുന്നു. പുതിയ വാഹനം കയ്യിൽ കിട്ടി 1 മണിക്കൂർ പോലും ആകുന്നതിന് മുൻപാണ് ഇത് സംഭവിച്ചതെന്നും ഹോങ്കോൺ പറയുന്നു. എന്നാൽ അപകട കാരണം എന്താണെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. എഞ്ചിന്റെ തകരാറാണ് കാരണമെന്നുള്ള ഊഹാപോഹങ്ങൾ ഉയർന്നു വരുന്നുണ്ടെന്നല്ലാതെ സ്ഥിരീകരണം ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതേസമയം പുക ഉയർന്നപ്പോൾ കാർ പൊട്ടിത്തെറിക്കുമെന്നാണ് കരുതിയതെന്നും എന്തായാലും താൻ ജീവിച്ചിരിക്കുന്നതിൽ സന്തോഷവാനാണെന്നും ഹോങ്കോങ് തന്റെ ആരാധകരെ അറിയിച്ചു. എന്തായാലും സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ ആർക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രത്യാശിക്കാനാകൂ.